ഈ ശ്ലോകകാലത്തെ സമയത്ത് ചിന്തിക്കാതലമായ വ്യക്തി ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ലേഖനം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിനായി സ്തോത്രം ചെയ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യമാണ് വായിച്ചത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു. നമുക്ക് വളരെ സുപരിചിതമായ വാക്യങ്ങളാണ്. അതിന്റെ സർവായുധങ്ങളെ പറ്റിയും ഉപയോഗിക്കേണ്ട ദിവസങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് വളരെ ഗ്രാഹ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ലേഖനത്തിന്റെ പ്രത്യേകത ക്രിസ്തു സഭയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെ, തൻ്റെ സഭയെ ക്രിസ്തുവിൻ്റെ ആ പ്രതിഷ്ഠതയ്ക്കായി ഒരുക്കുന്ന വിശുദ്ധയും നിഷ്കളങ്കയുമായി ആ ദൈവം മുൻപാകെ നിർത്തുവാൻ തക്കവണ്ണം അതിനുവേണ്ടി ദൈവത്തെ ഒരുക്കുന്ന വഴികളെ വർണ്ണിച്ചിരിക്കുന്ന ലേഖനമാണ്. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ എഴുതിയ ലേഖനമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന കൊള്ളുകയാണ്. ഇതില് 10-ാം വാക്യത്തിൽ നാം നോക്കുമ്പോൾ അവിടെ പ്രകാരം ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും. ആ ഒടുവിൽ എന്നുള്ളൊരു പദം ഒടുവിൽ ഈ 1-ാം അധ്യായം മുതൽ ഈ 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വരെ ഒരു ക്രിസ്ത്യാനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പത്യോപദേശങ്ങളും നൽകിയിട്ട്, അല്ലെങ്കിൽ നാം ദൈവവചന പ്രകാരം അനുഷ്ഠിക്കേണ്ട ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ നാം ജീവിക്കേണ്ട നമ്മുടെ ജീവിത രീതികളെ ക്രമപ്പെടുത്തേണ്ട വഴികളെ അപ്പോസ്തലൻ വിവരിച്ചിട്ടാണ് 10-ാം വാക്യത്തിൽ പറയുന്നത്. ഒടുവിൽ കർത്താവിലും ഒടുവിൽ, അല്ലെങ്കിൽ നമ്മുടെ നാം ക്രമീകരിക്കേണ്ട വഴികൾ, നാം ക്രമീകരിക്കേണ്ട നമ്മുടെ ജീവിത രീതികൾ, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികളുടെ ആ രീതികളൊക്കെ മാറ്റി, അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരുത്തിയിട്ട് ദൈവവചനത്തിന് അനുസൃതമായ ജീവിതം നാം ശരിയാക്കിയിട്ട് വേണമെന്നാണ് ചെയ്തത് ആ ബലത്തിലേക്ക് ശക്തിപ്പെടുവാൻ. അല്ലെങ്കിൽ നാം ദിവസം മുഴുവൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ദിനരാത്രങ്ങൾ മുഴുവൻ നമുക്കിഷ്ടമുള്ള രീതിയിൽ ജീവിച്ചിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഓടിച്ചെന്ന് ദൈവപാദത്തിലേക്ക് ഇരിക്കുന്നവരായിട്ട് അല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏത് സമയത്ത് എന്താണ് ആ വിശുദ്ധിയിലേക്ക് നാം നയിക്കപ്പെടണം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നാം 4-ാം അധ്യായം നാം വായിക്കേണ്ടപ്പോൾ ഇടയായത്. അവർ വായിച്ച പ്രകാരം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും. അതായത് ദൈവസഭയോട് പറഞ്ഞ ആ കാര്യം നാം മനസ്സിലാവും. ഇനി നമുക്ക് 5-ാം അധ്യായം തന്നെ 18-ാം വാക്യം, 18-ാം വാക്യത്തിന്റെ ബി പാർട്ട്, 18-ാം വാക്യം. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടു. അപ്പോൾ ഇത് വിശ്വാസി സമൂഹത്തോട് പൊതുവില് അപ്പോസ്തലൻ പറയുകയാണ്, എന്താണ്? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ട് കൊള്ളുകയെന്നാണ്. അത് പറയുന്നത് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടുത്തി. ഒരു സമൂഹത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ദൈവ മക്കളാണ്, ദൈവസഭയിലായിരിക്കുന്ന പരസ്പരം കീഴ്പ്പെട്ടിരിക്കുക. അത് ക്രിസ്തുവിനുള്ള ഭാവമാണ് ആ താഴ്മയുടെ അനുഭവം നൽകുക. പരസ്പരം കീഴ്പ്പെട്ടിരിക്കുക. ആ ഒരു താഴ്മ നമ്മളെക്കാൾ മറ്റൊരാളെ നാം ശ്രേഷ്ഠനെന്ന് എണ്ണുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ നാം കരുതുവാൻ നമ്മുടെ മനസ്ഥിതി നാം അതിനുവേണ്ടി ഒരുക്കുമ്പോഴാണ് എന്താണ് നാം ഒരു കീഴ്പ്പെടലിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നത്. ഇത് സമൂഹത്തിലുള്ള ഒരു കീഴ്പ്പെടുന്നത്. എന്നാൽ 22 വരെ മുതലുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുകയും എന്ന് പറയുന്നു. അടുത്ത 22 മുതൽ 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വരെ നമ്മുടെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട 3 യൂണിറ്റുകളെ നമുക്കിവിടെ കാണേണ്ട കൂടിയാണ്. ആ 22-ാം വാക്യം വായിക്കുന്നു ഭാര്യമാരെ എന്ന് വായിക്കുന്നത്. 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭർത്താക്കന്മാരെ എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താക്കും ചേർന്ന ഒരു യൂണിറ്റ് എന്താണ്? കുടുംബം എന്നുള്ളതാണ്.
അടുത്തത് 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാർ. അപ്പോൾ മാതാവും പിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണ് രണ്ടാമത്തേത്. ഇനി 3-ാമത്തെ സ്ഥലത്തേക്ക് കടന്നുമ്പോൾ 9-ാം വാക്യത്തിലാണ് കടന്നത്. 5-ാം വാക്യത്തിലേക്ക് 6-ന്റെ 5 കടന്നു വരും ദാസന്മാരെ, 9-ാം വാക്യത്തിൽ യജമാനന്മാരെ. അപ്പോൾ ദാസനും യജമാനും തമ്മിലുള്ള ബന്ധം. എഫേസ്യ ലേഖനം എഴുതിയ ആ പശ്ചാത്തലം നമുക്ക് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു യോജിപ്പ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലാക്കുക. യഹൂദ ഭവനങ്ങളിലൊക്കെ പണ്ട് അടിമകളെ ഉണ്ടായിരുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ അടിമകളെയൊക്കെ എന്താണ് അവർ ജോലിക്ക് വേണ്ടി അവർ ഉപയോഗിച്ചത്, ദാസന്മാരായിട്ട് അവരെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള യഹൂദ ഭവനങ്ങളിൽ ഭാര്യ ഭർത്താവ് ചേർന്ന ഒരു കുടുംബമുണ്ട്, മാതാപിതാക്കളും മക്കളും ചേർന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ദാസന്മാരും യജമാനന്മാരുമായിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ 3 കൂട്ടർക്ക് വേണ്ടി അവിടെ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങളാണ്. ഒന്നാമത് നമുക്ക് കുടുംബത്തെ തന്നെ എടുക്കാം. നമ്മുടെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്ന്. ആ വാക്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കുക. തുടർന്നുള്ള ചിന്തിക്കുക. അതിന്റെ 22-ാം വാക്യത്തിലേക്ക് ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങും. അപ്പോൾ കുടുംബത്തെയാണ് പ്രാരംഭമായിട്ട് അപ്പോസ്തലൻ ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കുടുംബം എന്താണ് ദൈവസഭയുടെയും അതുപോലെ തന്നെ സമൂഹത്തിന്റെയും ഏറ്റവും ചെറിയ ഘടകമാണ്. അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന സംഘടനകളിൽ ഏറ്റവും ചെറിയ സംഘടനയാണ് കുടുംബം. പക്ഷെ ആ കുടുംബത്തിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും ഉത്ഭവം എന്ന് നാം നോക്കുക. ഒരു പുതിയ സംസ്കാരത്തിന്റെ എല്ലാ ഉത്ഭവം അത് കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ നികത്തലുകൾ അല്ലെങ്കിൽ നമ്മുടെ ക്രമീകരണങ്ങൾ തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. പലപ്പോഴും നാം എന്താണ് സമൂഹത്തിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാനും സമൂഹത്തിനെ നേരെയാക്കുവാനാണ് നാം ശ്രമിക്കുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ ഗതിയൊക്കെയും ഒരു വശത്തായിരിക്കുമ്പോൾ തന്നെ നാം എന്ത് ചെയ്യുക, സമൂഹത്തിലേക്കാണ് നാം നമ്മുടെ കണ്ണുകൾ പായിക്കുന്നത്. എന്നാൽ ഇവിടെ ദൈവവചനം നമ്മെ അനുസരിക്കുന്നതാണ്, കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ ക്രമീകരണം നാം ആരംഭിക്കേണ്ടത്. ഇവിടെ കുടുംബം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്ത്രീയും പുരുഷനും ഒന്നായി തീരുന്ന ദൈവിക ഉടമ്പടി ബന്ധമാണ് കുടുംബം എന്നുള്ളത്. അത് നാം കഴിഞ്ഞ നാളിൽ കേട്ടത് ഏതെങ്കിലും പിതാവായ ദൈവം ക്രമീകരിച്ച ഒരു പദ്ധതിയാണെങ്കിൽ പിതാവായ ദൈവമാണ് ഈ കുടുംബത്തിന്റെ സ്ഥാപകനും മധ്യസ്ഥനും എന്ന് പറയുക. അല്ലെങ്കിൽ ആ ഉടമ്പടിക്ക് മധ്യസ്ഥനായി നിന്നത് പിതാവായ ദൈവമാണ്. ഒരു ഭാര്യയും ഭർത്താവും ചേർന്ന ആ കുടുംബത്തിന് മധ്യസ്ഥൻ ദൈവമാണ്. അതുപോലെ തന്നെ കുടുംബം എന്നുള്ള ആ ഒരു ആശയത്തിലേക്ക്, കുടുംബം എന്നുള്ള ആ ഒരു സംഘടനയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത് ദൈവവചന പ്രകാരമുള്ള വിവാഹ ബന്ധത്തിലൂടെ മാത്രമാണ്. വിവാഹത്തിന് പുറത്തുള്ള എല്ലാ ബന്ധങ്ങളെയും കുടുംബം നമുക്ക് പറയുവാൻ തക്കണം കഴിയുകയില്ല നാം കാണും. കാരണം ഇന്ന് നമ്മുടെ ഈ നൂറ്റാണ്ടിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ ആധുനികതയിൽ വളരെ വൾഗറായിട്ടുള്ള ജീവിത രീതികൾ, ലിവിങ് ടുഗദർ, അതുപോലെ തന്നെ ആണാണോട് കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ പെണ്ണോട് കല്യാണം കഴിക്കുന്നു, അങ്ങനെയുള്ള പല ദാമ്പത്യവുമായിട്ടുള്ള അരാജകത്വം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവവചനം എന്താണ് വിശ്വസിക്കുന്നത്, ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ദൈവിക പദ്ധതിക്കായിട്ട് എന്ത് ചെയ്തു, അവിടെ ഒരുമിച്ച് ചേർത്തു എന്ന് നാം മനസ്സിലാക്കുക. ആ ഒരു കുടുംബത്തെ ദൈവം സൃഷ്ടിച്ചതാണ് ഒരുമിച്ചുള്ള ആ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ സന്തോഷത്തിന്റെയും പക്വതയിലേക്കുമുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടി, ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ദൈവം കുടുംബത്തിനെ സൃഷ്ടിച്ചേക്കുന്നത്. അതിനുള്ള ആ ഒരു വഴി എന്താണ്, വിവാഹം എന്ന അനുഗ്രഹിക്കപ്പെട്ട കുടാശയിലൂടെയാണ് കുടുംബത്തിന്റെ ആ സംഘടനയിലേക്ക് അല്ലെങ്കിൽ ആ കെട്ടുപാടിലേക്ക് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് പ്രവേശിക്കാൻ ഇടയാകുന്നത്. എന്താണ് കുടുംബത്തിൽ ഉള്ള ആ ഒരു സന്തോഷം, കുടുംബത്തിലുള്ള ആ ഒരു അനുഗ്രഹം, അതാണ് സമൂഹത്തിലേക്ക് വ്യാപിക്കുവാൻ ഇടയാകുന്നത്. നമുക്കറിയാം റോമ സാമ്രാജ്യം അതിന്റെ തകർച്ചയ്ക്ക് ഏറ്റവും മൂലഘടകമായിരുന്നത് അവരുടെ കുടുംബത്തിന്റെ തകർച്ചയായിരുന്നു. അല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ അത് വളർന്ന് പടർന്ന് പന്തലിച്ച് അത് ആ സാമ്രാജ്യത്തിന്റെ തന്നെ നാശത്തിലേക്ക് കാരണമായിരുന്നു. അപ്പോൾ നാം ഓരോരുത്തരും ആയിരിക്കുന്ന ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് നൽകിയിരിക്കുന്ന കുടുംബങ്ങളെ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നാം അതിന് എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. കാരണം എന്താണ്, മറ്റൊന്നും കൊണ്ടല്ല. അപ്പോസ്തലൻ 1 പത്രോസ് 5:8 എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആഴെ വിഴുങ്ങേണ്ടി ഒന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്നാണ് പറഞ്ഞത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോടും അത്രയും. ഒരു ആത്മീയന്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തെ തകർക്കണമെങ്കിൽ സാത്താൻ ആദ്യം തുടങ്ങുന്നതാണ് കുടുംബത്തെയാണ്. കുടുംബത്തിൽ സമാധാനമില്ലായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവന്റെ ആത്മീയ ജീവിതത്തിന്റെ ആ ഒരു വളർച്ചയ്ക്ക് അത് കാരണമാകും. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം നമുക്ക് പലപ്പോഴും മടിയാണ്. കാരണം
നമുക്ക് തന്നെ നമ്മുടെ കുറ്റബോധത്തിന്റെ ആ ഒരു കുത്തല് കൊണ്ട് ഒരു തരത്തിൽ നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലാതിരിക്കും. കാരണം ഞാൻ ഇന്ന് വഴക്ക് പിടിച്ചു, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി, ഞാൻ പാപിയാണ്, ദൈവസന്നിധിയിലേക്ക് എനിക്ക് ചെല്ലുവാൻ കഴിയില്ല എന്നുള്ള ആ തെറ്റായ ചിന്താഗതി മൂലം നാം ചെയ്യും പലപ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നാം വ്യഗ്രത നാം കാണിക്കാറില്ല. അടുത്തത് പരസ്പരമുള്ള ആ ഒരു വിഷമത്തിന്റെ പേരിൽ നാം ചെയ്യും ആലയത്തിലേക്ക് നാം കടന്നു പോകാതിരിക്കും, അല്ലെങ്കിൽ ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് നാം പങ്കുകൂടാതിരിക്കും. അപ്പോൾ സാത്താൻ അറിയാം എവിടെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കാം, അതുപോലെ തന്നെ നമ്മുടെ വാഗ്ദത്തത്തെ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിക്കളയാം എന്ന് സാത്താൻ കറക്കരുത്. കാരണം സാത്താൻ ഒരിക്കലും കുടുംബങ്ങളോട് വലിയ വൈരാഗ്യമൊന്നുമില്ല. കാരണം കുടുംബത്തിന് എതിരെ പ്രവർത്തിച്ച് സാത്താന് വലിയ വൈരാഗ്യമൊന്നുമില്ല. പക്ഷേ സാത്താന്റെ പോരാട്ടം എന്താണ്? ജഡരക്തോളങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. എന്താണ് ആ പോരാട്ടം, അല്ലെങ്കിൽ നമ്മുടെ ആ ജനരക്തത്തെ നമ്മുടെ മനസ്സിലേക്ക് ആ പോരാട്ടം കൊണ്ടിടുമ്പോൾ അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ വെളിയിലേക്ക് വരുവാൻ തക്കോണം ചെയ്യാറുണ്ട്. അപ്പോൾ ദൈവത്തോടുള്ള സാത്താന്റെ പോരാട്ടത്തിൽ സാത്താന്റെ ഉദ്ദേശം എന്താണ്? ദൈവഭാഗത്തുള്ള ദൈവമക്കളെ എങ്ങനെ പാറ്റി തന്റെ സ്ഥാനത്തേക്ക് ആക്കുക എന്നുള്ള ഒറ്റ ചിന്താഗതിയിലാണ് സാത്താൻ നടക്കുന്നത്. അപ്പോൾ സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ഭക്തനായിരിക്കും, അവന്റെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കും, അവന്റെ മക്കൾ എന്ത് ചെയ്യും? ആ ആത്മീയ ചിന്താഗതിയിൽ, ആത്മീയ പക്വതയിൽ അവർ ജീവിക്കുവാൻ തക്കോണം ഇടയാകും. അപ്പോൾ ആ ഒരു ജീവിത രീതിയിൽ നിന്ന് അവരെ തട്ടിക്കളയുവാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആ കുടുംബത്തിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? സാത്താൻ കൊണ്ടിടും. ഒരിക്കലും നമ്മുടെ മാനുഷികമായിട്ടുള്ള ആ ഒരു പ്രയാസം മൂലമല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നാം മനസ്സിലാക്കാം. കാരണം സാത്താൻ ഓരോ ചിന്താഗതിയിൽ കൂടി, അല്ലെങ്കിൽ ചെറിയ എന്താണ് ഒരു ചെറിയ തീപ്പൊരി മതി ഒരു കാട് കത്തിക്കുക എന്ന് പറയുന്ന പോലെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടിട്ടിട്ട് എന്ത് ചെയ്യും? അതിനെ പടർത്തി അതിനെ പങ്കെടുപ്പിക്കുക എന്ന് കൊണ്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നത്തിന്റെ മൂലകാരണത്തെ നാം മുളയിലെ നുള്ളിയാൽ സന്തോഷമുള്ള ഒരു കുടുംബം നമുക്ക് നയിക്കാൻ തക്കോണം ഇടയാകും. അത് തന്നെയാണ് ഒന്നാമത്തെ കുടുംബത്തിൽ നമുക്ക് അവിടെ കാണാൻ തക്കോണിടയാകുന്നത്. ഒന്നാമത്തെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത്? സാത്താൻ എന്ത് ചെയ്തു? പാമ്പിന്റെ രൂപത്തിൽ കടന്നു വന്നു, ഹവ്വായുടെ അടുത്തേക്ക് കടന്നു ചെന്നു. ആ പ്രലോഭനത്തിൽ ഹവ്വ വീണു. ഹവ്വ കഴിച്ചത് മാത്രമല്ല, താൻ തന്റെ ഉമ്മയായുള്ള ആദാമിനെയും കഴിപ്പിച്ചു. പക്ഷെ ദൈവം കടന്നു വന്നപ്പോൾ പരസ്പരം ചെയ്യുക, പരസ്പരം പഴിചാരി എന്റെ കുറ്റമല്ല എന്നുള്ള ആ ഒരു തെറ്റായ ബോധ്യത്തിൽ നിന്ന് എന്ത് ചെയ്യും? പരസ്പരം പഴിചാരുവാനിടയാകും. മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കൂടെ ഇരിക്കുവാൻ നീ സൃഷ്ടിച്ചു തന്ന ഈ ഹവ്വയാണ് എനിക്ക് തന്നത്. ഹവ്വ പറഞ്ഞു, പാമ്പാണ് എന്നെ ചലിച്ചത്. സ്വന്തം തെറ്റുകളെ അംഗീകരിക്കുവാനോ അല്ലെങ്കിൽ സ്വന്തം തെറ്റുകളെ കണ്ടെത്തുവാനോ എന്ത് ചെയ്യാം നമുക്ക് ആർക്കൊന്നുമില്ല. അതിന് നമുക്ക് പലപ്പോഴും നാം ശ്രമിക്കാറില്ല. കാരണം നാം 21-ാം വാക്യം, 5-ാം വാക്യത്തിൽ കണ്ട എന്താണ്? ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ആ കീഴ്പ്പെടലിന്റെ ആ മനോഭാവം നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞാൻ എന്റെ തെറ്റാണെന്ന് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്തോ കുറച്ചിൽ സംഭവിക്കുമെന്നുള്ള നമ്മുടെ ഒരു തെറ്റായ ബോധ്യം, ആ ബോധ്യത്തിൽ നാം എന്ത് ചെയ്യും? നമ്മൾ പിടിച്ചത് ശരി എന്നുള്ള ആ വാശിയിൽ നാം നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഇതാണ് ആദ്യം ആ ഏതെങ്കിലും സംഭവിക്കാൻ തക്കവണ്ണം. അങ്ങനെ നോക്കുക, ഹവ്വായിലുണ്ടായ ആ ഒരു തെറ്റ് അത് ആദാമിലൂടെ എന്ത് ചെയ്തു? അവിടെ എന്ത് ചെയ്തു? ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം. ഒരുപക്ഷെ ആ ദൈവത്തോട് ആ സമയത്ത് തന്നെ അവരുടെ തെറ്റേറ്റ് പറഞ്ഞിരുന്നെങ്കിൽ, അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ആ വീഴ്ച അവർ മനസ്സിലാക്കി അതിന് തിരിയുവാൻ തക്കവണ്ണം ഇടയായിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകം ആ ഏതെങ്കിലും നിന്ന് പുറത്താകത്തില്ലായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ ഏതെങ്കിലും നിന്ന് പുറത്താകത്തില്ലായിരുന്നു. നാം ആ ആദാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ പാപം നോക്കുക, ആ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ കായിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്ത് ചെയ്തു? ഒരു കൊലപാതകത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നു. ആ തന്റെ സ്വന്തം അനുജനെ കുന്നുകളയുവാൻ തക്കവണ്ണമുള്ള മനസ്സിന് ആ കൈയിൽ ഉടമയായി. അപ്പോൾ സാത്താന്റെ പ്രവർത്തനം എന്താണ്? ചെറിയൊരു പ്രലോഭനത്തിൽ നിന്നാണ് ഈ ഭൂമിയിൽ തുടക്കം ഇട്ടത്. എന്നാൽ ചെറിയൊരു പ്രലോഭനത്തിൽ നിന്നിട്ട തുടക്കം എവിടേക്ക് എത്തിച്ചേർന്നു? അത് പടർന്ന് പന്തലിച്ച ഒരു കൊലപാതകത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ നാം എന്ത് ചെയ്യുക? കുടുംബജീവിതം നയിക്കുക. ദൈവവചനം നമ്മെ വളരെ വളരെ ശക്തമായിട്ട് നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബജീവിതത്തെ ദൈവഹിത പ്രകാരമുള്ള വഴികളിൽ കൂടി നാം നയിക്കണം. അതിന് കുടുംബനാഥന് വളരെ വളരെ പങ്കുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് കുടുംബം നൽകിയത് നാം സന്താനപുഷ്ടിയുള്ളവരായി ഈ ഭൂമിയിൽ വളരുക, അതുപോലെ തന്നെ എന്താണ്? ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുക. അതിലുപരിയായിട്ട് കുടുംബത്തെക്കുറിച്ച് ദൈവികോപദേശം ക്രിസ്തുവും സഭയുമായിട്ടുള്ള ആ ബന്ധത്തെ ഈ ലോകത്തിന് മുമ്പിൽ കാണിക്കുവാനാണ്. കാരണം ക്രിസ്തു സഭയെ എപ്രകാരം സ്നേഹിച്ചോ അതുപോലെ ആയിരിക്കണം ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത്. തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് ചിന്തിക്കുവാനിടയാകാം. സമൂഹത്തിലെ 3 പ്രധാന യൂണിറ്റ് കണ്ടു. ഒന്ന് കുടുംബമാണ്, അടുത്തത് മക്കളാണ്, ഒന്ന് ദാസന്മാരും അല്ലെങ്കിൽ യജമാനന്മാരുമാണ്. അപ്പോൾ അതിൽ പ്രാരംഭമായിട്ട് അവിടെ ഭാര്യമാരോടാണ് പറയുന്നത്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും
ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. അപ്പോൾ ഭാര്യമാരോടാണ് ആദ്യത്തെ ആഹ്വാനം. പഴയ യഹൂദ പശ്ചാത്തല രീതിയിൽ നോക്കി ചിന്തിക്കുമ്പോൾ സ്ത്രീകൾക്ക് അവര് പ്രാധാന്യം നൽകിയിരുന്നില്ല. കാരണം സ്ത്രീകൾക്ക് ചില കടമകൾ, അല്ലെങ്കിൽ ഭവനത്തിലുള്ള മക്കളെ വളർത്തുക, ഭവനത്തിന്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കടമകൾ കൊടുക്കുമ്പോൾ, ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുമ്പോൾ സകല ശക്തിയും അല്ലെങ്കിൽ അതോറിറ്റി കൊടുത്തിരുന്നതാണ് ആണുങ്ങൾക്കായിരിക്കും. എല്ലാം ചെയ്യാനുള്ള ആ ശക്തി മൊത്തം കൊടുത്തിരുന്നത് ആണുങ്ങൾക്കായിരുന്നു, പവർ കൊടുത്തിരുന്നത് ആണുങ്ങൾക്കായിരുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ പ്രാർത്ഥനകൾ പറഞ്ഞത്, എന്നെ ഒരു സ്ത്രീയായി സൃഷ്ടിക്കാൻ ഞാൻ അങ്ങേ സ്തുതിക്കുന്നുള്ള ആ ഒരു വരികളൊക്കെ അതിനകത്ത് കടന്നു വരുവാൻ കാരണം അതാണ്. കാരണം യഹൂദന്മാരിൽ പുരുഷന്മാർക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഗ്രീക്ക് പശ്ചാത്തലത്തെ യവനായ ചിന്താഗതിയിൽ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് അവർ പ്രാധാന്യം കൊടുത്തിരുന്നു, സ്ത്രീകളെ വളരെ ബഹുമാനിച്ചിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവർക്ക് പുറത്തിറങ്ങാനുള്ള അനുവാദം കൊടുത്തിരുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് ആ ഒരു കോണ്ടസ്റ്റ്, ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് പറയുകയാണ്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി. കർത്താവിന് എന്ന പൗലോസ് ലേഖനം 3:18 അതേ വാക്യം തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 1 പത്രോസ് 3:1 അവിടെ പറയുന്നുണ്ട്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. അത് കൊലോസ്യർ പറയുന്നത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ എന്നാണ്. അപ്പോൾ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. കർത്താവിന് എങ്ങനെ ആ ഒരു വിധേയത്വത്തെയാണ് ഇവിടെ കാണുവാൻ തക്കണം ഇടയാകുന്നത്. അല്ലെങ്കിൽ ഫങ്ഷണൽ സബോർഡിനേഷൻ എന്ന് പറയും. കീഴടങ്ങൽ എന്ന് പറയുമ്പോൾ ആ ഒരു വാക്യത്തിന്റെ ആ കോണ്ടസ്റ്റിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഭാര്യമാർ എപ്പോഴും കീഴടങ്ങിയിരിക്കേണ്ടവരാണെന്നുള്ള ചിന്താഗതി ഒരിക്കലും പുരുഷന്മാര് മനസ്സിലോട്ട് കേട്ടേണ്ട കാര്യമില്ല. കാരണം അവിടെ പറയുന്നത് ഫങ്ഷണൽ സബോർഡിനേഷൻ എന്നാണ്. ഫങ്ഷണൽ സബോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ പിതാവായ ദൈവവും പുത്രനായ യേശുവും തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആരാണ് ഇതിൽ വലിയവനെന്ന് നാം നോക്കിയാൽ നമുക്ക് ഒരിക്കലും യേശു വലിയവനാണ് അല്ലെങ്കിൽ പിതാവ് വലിയവനാണെന്ന് പറയുവാൻ തക്കവണ്ണം കഴിയില്ല. കാരണം അവരുടെ തത്വത്തിൽ ഒന്നാണ്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് തത്വത്തിൽ എന്താണ്? ഒന്നാണെന്ന് കാണുന്നു. പിതാവിന്റെ ഹിതം നിറവേറ്റുവാൻ തക്കവണ്ണം പുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ താൻ വേഷത്തിൽ മനുഷ്യനായി, ദാസരൂപത്തിലായി എന്നൊക്കെ നാം കാണുന്നത്. താഴ്മ ധരിച്ചവനായിട്ടാണ് പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ പുത്രത്തിന്റെ ദൈവത്വത്തിന് വല്ല വിഘ്നം സംഭവിച്ചോ? ഒരിക്കലുമില്ല. തന്റെ ദൈവത്വം അതുപോലെ ഉണ്ട്. എന്നാൽ ആ പർപ്പസിന് വേണ്ടി മനുഷ്യ കുലത്തെ, അല്ലെങ്കിൽ പാപത്തിൽ അന്ധകാരത്തിൽ താഴ്ന്നു കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ള ആ ഒരു പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി തന്റെ പിതാവായ ദൈവത്തിന് മുമ്പാകെ യേശുക്രിസ്തു എന്ത് ചെയ്തു? തന്റെ ദൈവത്വത്തെ അവിടെ വെച്ചിട്ട് വേഷത്തിൽ മനുഷ്യനായി. എന്നാൽ തന്റെ ദൈവത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. താൻ ദൈവമാണ്. പക്ഷെ ആ ഒരു പിതാവിന്റെ ഹിതത്തിന് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതാണ് ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമുക്ക് പറയുവാൻ തക്കണം, കാണുവാൻ തക്കണം ഇടയാകുന്നത്. പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന് അപേക്ഷിക്കാൻ തക്കുന്നുണ്ടേ. താൻ ദൈവമാണ്. തനിക്ക് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് ഇതിൽ നിന്നൊക്കെയും പുറത്തു വരുവാൻ തക്കണം കഴിയും. തന്റെ ശക്തിയോടെ പ്രകടിപ്പിക്കുവാൻ കഴിയും. എന്നാൽ ആ ഒരു പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി നോക്കുക എത്ര താഴ്മയാണ് താൻ ധരിച്ചതെന്ന്. അതുപോലെ തന്നെ ക്രിസ്തുവിന് സഭ കീഴടങ്ങിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ ആ വചനത്തിന്റെ കീഴെയാണ് സഭ ഇരിക്കുന്നത്. കാരണം നമ്മൾ സ്നാനപ്പെടുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ എന്റെ കർത്താവും രക്ഷിതാവുമായിട്ട് ജീവിതത്തിലേക്ക് സ്വീകരിക്കും. അപ്പോൾ പിന്നീട് എന്താണ്? കർത്തൃത്വം നടക്കുന്നത് നമ്മുടെ മാനുഷികമായ ബുദ്ധിപ്രകാരമല്ല, മറിച്ച് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഹിതപ്രകാരമാണ് പിന്നീട് നാം മുന്നോട്ട് ജീവിക്കേണ്ടത്. ആ ഒരു താഴ്മയുടെ അനുഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുമ്പോൾ എന്താണ്? ആ കുടുംബത്തിന്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടി, ആ കുടുംബത്തിന്റെ അനുഗ്രഹമായിട്ടുള്ള മുന്നോട്ടുള്ള ആ യാത്രയ്ക്ക് വേണ്ടി താണിരിക്കുവാൻ തപ്പോൾ നമ്മുടെ ആയിരിക്കണം. താണിരിക്കുക എന്ന് പറയുമ്പോൾ അടിമയായിരിക്കുക എന്നുള്ള ആശയമല്ല. ദൈവം ആദിയിൽ ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചത് എന്താണ്? തക്ക തുണയായിരിക്കുവാണ്. മൃഗങ്ങൾക്കെല്ലാം ഇണയെ കൊടുത്തപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? തന്റെ സാദൃശ്യത്തിലും അവിടെ, അല്ലെങ്കിൽ തന്റെ ആ എല്ലിൽ നിന്ന്, വാരിയിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്തു? അവിടെ തുണയെ കൊടുക്കുവാൻ തക്കൊണ്ട് ഇടയായി. അപ്പോൾ സ്ത്രീയിൽ നിന്ന് പുരുഷൻ ഉണ്ടാകുന്ന പോലെ പുരുഷനിൽ നിന്നാണ് എന്താണ് ആദിയിൽ സ്ത്രീ ഉണ്ടാകുവാൻ തക്കൊണ്ട് ഇടയായത്. സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല, പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല എന്ന മനസ്സിലാക്കി പരസ്പരമുള്ള ആ ഒരു ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന ആ സമയത്തൊക്കെ പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് കഴിയില്ല, സ്ത്രീകൾക്ക് കഴിയുന്ന ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം പുരുഷന്മാർക്ക് കഴിയുകയില്ല. അപ്പോൾ പരസ്പരമുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് കുടുംബം അത് ദൈവം തന്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ച പ്രകാരം ധന്യമായി തീരുവാൻ തക്കണിടയാകുന്നത്. അനേക കുടുംബങ്ങളെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ തക്കണിടയാകും. അവരുടെ അനേക ക്വാളിറ്റികൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, അബ്രഹാം സാറ ദമ്പതിമാരാണ്.
അബ്രഹാമിനെ സാറ എന്താണ്? യജമാനനെ എന്നാണ് വിളിച്ചത്. സകലത്തിലും താൻ അനുസരിക്കുവാൻ തക്കവണ്ണം ഇടയായി, സകലത്തിലും താൻ കീഴ്പ്പെടുവാൻ തക്കവണ്ണം ഇടയായി. അതുപോലെ തന്നെ അബ്രഹാം സാറ എന്ത് ചെയ്തു? സ്നേഹിക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ പുത്ര അനുഗ്രഹം അല്ലെങ്കിൽ പുത്ര സൗഭാഗ്യം അവർക്ക് ഇല്ലാതിരുന്നിട്ട് പോലും അവരുടെ സ്നേഹത്തിന് യാതൊരു കുറവും അവിടെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ സാറ പറയുന്നുണ്ട്, ഹാഗാറിനെയും ആ മകനെയും ഉപേക്ഷിച്ച് കളയുവാൻ സാറ അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിക്കുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? സാറായുടെ ആ വാക്കിന് താൻ എന്ത് ചെയ്തു? വില കൊടുക്കുവാൻ തക്കവണ്ണം. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കൊടുക്കുക. അതുകൊണ്ടാണ് ആ 21 വാക്യം മനസ്സിൽ വെക്കുക എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. ക്രിസ്തുവിന്റെ ഭയത്തിൽ നിന്നാണ് അന്യോന്യം കീഴ്പ്പെടുക, അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക, പരസ്പരമുള്ള സബ്ഓർഡിനേഷൻ, ഒരു പദ്ധതിക്ക് വേണ്ടിയുള്ള ആ ഒരു കീഴ്പ്പെടല്. അടുത്തത് കാണുന്നുണ്ട് അബീഗയില്. നമുക്ക് തന്റെ ഭർത്താവിന് വിവേകം കുറവായിരുന്ന വ്യക്തിയാണ് നാബാൽ എന്ന് പറയുന്ന പോഷനായിട്ടുള്ള വ്യക്തിയായിരുന്നു. ആ ദാവീദിന്റെ മുമ്പിൽ ചെന്ന് താൻ പറഞ്ഞ വാക്കിന് ആ അബിഗയിൽ ചെന്ന് മധ്യസ്ഥം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നാബാലിന്റെ കഴുത്തിൽ എന്തില്ല? തല കാണുകയില്ല. നോക്കുക, വളരെ വിവേകത്തോടെ ചെന്ന് സംസാരിക്കുക കൊണ്ടേ. അതുപോലെ ചില സന്ദർഭങ്ങളില്ല നമുക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് കഴിയാത്ത ചില കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ആർക്ക് കഴിയും? സ്ത്രീകൾക്ക് കഴിയും. അതുപോലെ സ്ത്രീകൾക്ക് ചെയ്യുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ എന്ത് ചെയ്യും? പുരുഷന്മാർക്ക് കഴിയും. അതുപോലെ ഹന്ന എൽക്കാന ദമ്പതിമാര്, ഹന്ന വളരെ വിഷമം പറഞ്ഞ് ആ എൽക്കാനോട് പറയുമ്പോഴൊക്കെ താൻ പറയുന്നത്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ ഉത്തമനല്ല. അപ്പോൾ പരസ്പരമുള്ള ആ ഒരു സ്നേഹത്തില്, പരസ്പരമുള്ള ഐക്യത്തിൽ നിന്നാണ് എന്താണ് ആ അനുഗ്രഹമായ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ തക്കണം ഇടയാകുന്നത്. അവിടെ പറയുന്നത് ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്താണ് ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നെന്ന് പറയുമ്പോൾ ഭാര്യ എന്താണ്? ശരീരത്തിന്റെ ഉടലാണ് നാം മനസ്സിലാക്കുക. അപ്പോൾ ഉടലില്ലാതെ തലയുമില്ല, തലയില്ലാതെ ഉടലുമില്ല. അപ്പോൾ ഒരു ശരീരമാണ്. ഒരു ശരീരം എന്ന് പറയുമ്പോൾ അതാണ് ഒരു ഭാര്യയും ഭർത്താവും അവർ വിവാഹത്തോടെ എന്ത് ചെയ്യുക? അവർ ഒരു ദേഹമാകും എന്ന് പറയുന്നതിന്റെ കാര്യം. മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരുവരൊരു ദേഹമായിരിക്കും എന്ന് പറയുന്നതിന്റെ ആ ഒരു ആശയം ഇതാണ്. അതാണ് ആ ഭർത്താവ് തലയായിരിക്കുന്ന, ഭാര്യ ശരീരമായിരിക്കുന്ന ആ ഒരു കുടുംബ സംവിധാനം. അടുത്ത് പറയുന്നുണ്ട്, എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കും. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് സകലത്തിൽ എന്താണ്? കീഴടങ്ങിയിരിക്കണം. അതിൽ മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ പറയുന്നത് കർത്താവ് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും, സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും എന്നുള്ള ആ ഒരു വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, എല്ലാ പുരുഷന്മാർക്കും കീഴടങ്ങിയിരിക്കേണ്ട കാര്യമില്ല. സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുക. നാം സമൂഹത്തിൽ കടന്നു ചെല്ലുമ്പോൾ ആ ഒരു ചിന്താഗതിയിൽ സ്ത്രീകളോട് പെരുമാറുന്നവരുണ്ട്. കാരണം പുരുഷ മേധാവിത്വം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ എല്ലാ സ്ത്രീകളും അടിച്ചമർത്തപ്പെട്ടവരാണ് അല്ലെങ്കിൽ താണിരിക്കേണ്ടവരാണെന്നുള്ള ചിന്തയിൽ മറ്റുള്ള സ്ത്രീകളോട് പ്രകാരം പെരുമാറുന്നുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നതാണ് സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി. അത് ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടിയുള്ള കീഴടങ്ങി. എന്നാൽ സമൂഹത്തിൽ ചെല്ലുമ്പോൾ നമ്മുടേതായിട്ടുള്ള ന്യായങ്ങൾക്ക് എപ്പോഴും എന്താണ് അവിടെ വാല്യൂ ഉണ്ട്. അത് വാല്യൂ കൊടുക്കുക തന്നെ ചെയ്യണം എന്ന് നാം പറയുന്നതിന്റെ കാര്യം. അടുത്തത് 25 വാക്യത്തിലേക്ക് കടന്നു വരാം. ഓക്കെ, ഇവിടെ 22, 23, 24 3 വാക്യങ്ങളിൽ ഭാര്യയുടെ ആ ഒരു കീഴടങ്ങലിലൂടെ ഭാര്യയുടെ ദൗത്യം അവിടെ വെളിപ്പെടുത്തി കാണുന്നുണ്ടായി. എന്നാൽ ഭർത്താക്കന്മാർക്കാണ് കൂടുതൽ ആ കുടുംബത്തില് ദൗത്യം കൊടുത്തിരിക്കുന്നത്. ആ ഭാര്യമാർ കീഴടങ്ങിയിരിക്കുമ്പോൾ തന്നെ എന്താണ് ആ ദൈവിക പദ്ധതിയുടെ ആ പൂർത്തീകരണത്തിലേക്ക് അവർ എത്തിച്ചേരുവാൻ തൊട്ടുണ്ട്. എന്നാൽ ഭർത്താക്കന്മാർക്ക് കുറച്ചുകൂടി അവിടെ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് 25 വാക്യത്തിൽ വരുമ്പോൾ പറഞ്ഞത്, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. കൊലോസ്യലേഖനം 3-ാം 19 വാക്യം. അവരോട് കൈപ്പായിരിക്കുകയും വരുന്നത്. 1 പത്രോസ് 3:7 ഇപ്രകാരം പറയുന്നത്, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ലേഖനത്തിലേഖനം 5:28 തുറന്നുള്ള വാക്യങ്ങൾ അവിടെ പറഞ്ഞ പൂർണ്ണ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കുന്നതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു. അപ്പോൾ ഭർത്താക്കന്മാരോട് പറഞ്ഞിരിക്കുന്നുണ്ട്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അപ്പോൾ ക്രിസ്തു എപ്രകാരമാണ് സഭയെ സ്നേഹിച്ചത്? തന്റെ സ്വന്തം രക്തം സഭയെ വീണ്ടെടുക്കുവാൻ, സ്വന്തം ജീവൻ പോലും അവിടെ വിസർജിച്ചു കൊടുക്കുവാൻ തക്കുന്നിടയായി, അല്ലെങ്കിൽ സ്വന്തം ജീവൻ പോലും ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള ആ ഒരു സ്നേഹം, അതിന്റെ പേരാണ് അഗപ്പെ എന്നുള്ള വാക്കുന്നതാണ്. കാരണം അത് കേവലം പർപ്പസ്ഫുള്ളിയുള്ള സ്നേഹമല്ല, ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സ്നേഹം. അതാണ് പറയുന്നത്,
ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. ആ സ്നേഹമെന്നുള്ള ആ ഒരു വികാരത്തിൽ നിന്ന്, സ്നേഹമെന്നുള്ള ആ ഒരു കാര്യത്തിൽ എന്താണ് സകലതും ഉള്ളടങ്ങിയിരിക്കുക എന്നൊക്കെ തന്നെയാണ്. കാരണം പത്രോസിന്റെ ലേഖനം വായിച്ചപ്പോൾ എന്താണ് അവിടെ കണ്ടത്? സ്ത്രീജനം ബലഹീന പാത്രം എന്നാണ് പറയുന്നത്. ബലഹീന പാത്രം എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ പരാതികളും വളരെ പരിമിതികളും ഒക്കെ ഉള്ള ഒരു കൂട്ടരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അവൾ സ്ത്രീകളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം പ്രകാരമാണ് സൃഷ്ടിച്ചത്. കാരണം പുരുഷന്മാർക്ക് മസിൽ കൂടുതൽ കൊടുത്തപ്പോൾ സ്ത്രീകൾക്ക് എന്താണ് അത് കുറവാണ് കൊടുത്തത്. കാരണം പുരുഷന്മാരാണ് എല്ലാ കാര്യങ്ങൾക്കും അധ്വാനിക്കുക. പുരുഷന്മാരോട് എന്താണ് പറഞ്ഞത്? നീ നിലത്ത് അധ്വാനിച്ച് കഴിയുവാൻ തക്കോണം പറഞ്ഞു. സ്ത്രീകളോട് പറഞ്ഞു നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. അപ്പോൾ ആ വേദനയോടെ മക്കളെ പ്രസവിക്കുക എന്നുള്ള ആ പർപ്പസ് പുരുഷനാണെന്ന് കിട്ടിയിരുന്നെങ്കിൽ പുരുഷൻ തലകറങ്ങി വീണായിരുന്നു. അല്ലെങ്കിൽ അതിന് ഒരിക്കലും താങ്ങുവാൻ തക്കോണം കഴിയുകയില്ല. പക്ഷേ ചില വിഷമഘട്ടങ്ങളിൽ തരണം ചെയ്യുവാനുള്ള ധൈര്യം എന്താണ് സ്ത്രീകൾക്കുണ്ട്. പുരുഷന്മാരെന്താണ് പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ തക്കണം വളരെ അവർ ഭയക്കുന്നു. എന്നാൽ സ്ത്രീകൾക്ക് വളരെ സംയമനത്തോടെ ആ പ്രശ്നത്തെ അവിടെ അഭിമുഖീകരിക്കാൻ തക്കണം കഴിയും. 2 കൊരിന്ത്യർ 11-ാം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പാൻ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇവിടെ പറയുന്നുണ്ട് 26-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്ഥാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചതിന്റെ വിധമാണ് അവിടെ പറയുന്നത്. സഭയെ സ്നേഹിച്ച വചനത്തോടുകൂടിയ ജലസ്ഥാനത്താൽ അവളെ എന്ത് ചെയ്തു? വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ എന്ത് ചെയ്തു? അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കുന്നുണ്ട്. അപ്പോൾ ആ കറ ചുളുക്കം അല്ലെങ്കിൽ ചെറിയ ചെറിയ ബലഹീനതകൾ, ചെറിയ ആ പാകപ്പിഴകളൊക്കെ എന്താണ് വളരെ ക്ഷമിക്കുവാനും സഹിക്കുവാനും സംയമനത്തോടെ ആ സ്ത്രീകളെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം കഴിയണമെന്നാണ്. സ്ത്രീകളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അപ്രകാരം അവരെ കെയർ ചെയ്യാൻ തക്കവണ്ണം കഴിയണം. കാരണം ആ പുരുഷന് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ തക്കവണ്ണം പല വഴികളുണ്ട്. എന്നാൽ സ്ത്രീ എന്താണ് അവരുടെ കെയറിങ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ കെയറിങ് ആഗ്രഹിക്കുമ്പോൾ അവർ പരാധീനതകളൊക്കെയും അവർ പലതും പറയാൻ തക്കവണ്ണം. പുരുഷൻ ഒരു ദിവസം 10 വാക്ക് പറഞ്ഞാൽ അതിന്റെ 10 മടങ്ങായിരിക്കും സ്ത്രീ ഒരു ദിവസം സംസാരിക്കുന്നത്. പുരുഷൻ ശ്രദ്ധിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ സ്ത്രീ പറയാൻ എന്ത് ചെയ്യും? ഒത്തിരി വ്യഗ്രത കാണിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇടിവുണ്ടാവും. അപ്പോൾ സ്നേഹിക്കുന്ന പുരുഷനെ സംബന്ധിച്ചതാണ് സംയമനത്തോടെ അതിനെ ഹാൻഡിൽ ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. 28-ാം വാക്യത്തിൽ പറയുന്നത്, ഔവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തെ നാം എത്രത്തോളം നാം സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ കൈക്കൊരു ബലഹീനത വന്നു കഴിഞ്ഞാൽ നമ്മൾ 4 ഇടത്ത് പോയി പറഞ്ഞു നടക്കും. എൻ്റെ കൈക്ക് ബലഹീനതയാണെന്നുള്ള രീതിയിൽ നമ്മൾ 4 ഇടത്ത് പോയി പറഞ്ഞു നടക്കും? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ എൻ്റെ സ്വന്തം ശരീരത്തെ പോലെ നാം സ്നേഹിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ശരീരത്തിലുള്ള ഏത് അവയവത്തെയും അതിൻ്റെ ബലഹീനതകളോട് കൂടി തന്നെ നാം ഉൾക്കൊള്ളുമ്പോൾ ആ ബലഹീനതകളോട് കൂടി തന്നെ നാം സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്താണ് നമ്മുടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൂട്ടാളിയെയും നാം സ്നേഹിക്കുവാൻ തക്കുന്നുണ്ടെങ്കിൽ വളരെ പരിമിതികൾ ഒരുപക്ഷെ അവർക്ക് കാണാം. നാം നമ്മുടെ ആ പഠനത്തിന്റെ ആ രീതിയിലുള്ള പഠനമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബുദ്ധിയോ ഒന്നും ഒരുപക്ഷെ നമ്മുടെ കൂട്ടാളിക്ക് ഉണ്ടായിരിക്കില്ല. അത് പരസ്പരം ഭാര്യ ആയാലും ഭർത്താവായാലും പരസ്പരം എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. കാരണം ഭർത്താവിന് കൂടുതലുള്ള ഒരുപക്ഷെ ഭാര്യയ്ക്ക് കുറവായിരിക്കും, ഭാര്യയ്ക്ക് കൂടുതലുള്ള കഴിവുകൾ ഒരുപക്ഷെ ഭർത്താവിന് കുറവായിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് നാം മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമ്മുടെ ആ ദാമ്പത്തിക തകർച്ചയ്ക്ക് ഒരുപക്ഷെ സമൂഹത്തെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വിചാരിച്ചുകൊണ്ട് ആ കുടുംബബന്ധം മുന്നോട്ട് പോകുമെങ്കിലും അതിനുള്ളിലുള്ള ആ സ്നേഹത്തിന്റെ ദൃഢമായിട്ടുള്ള ആ ബന്ധം എന്ത് ചെയ്യും? വളരെ ശുഷ്കിച്ച അവസ്ഥയിലായിരിക്കും. അങ്ങനെ ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിപ്പെടുവാൻ തക്കവണ്ണം കഴിയുകയില്ല എന്ന് നമുക്ക് വചനപ്രകാരം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് പറയുന്ന 9-ാം ആരും തന്റെ ജനത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തേക്ക് അത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. പുരുഷന്റെ ആ ദൈവം കൊടുത്തിരിക്കുന്ന കർത്തവ്യം ആ ഭാര്യയെ അല്ലെങ്കിൽ തന്റെ കൂട്ടാളിയെ സ്നേഹിക്കുക, പോറ്റി പുലർത്തുക. ഭാര്യമാരെന്താണ് ചെയ്യേണ്ടത്? ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുക. പലപ്പോഴും പല ഭവനങ്ങളിലും സ്ത്രീകൾ പല കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുന്നു. പക്ഷെ അത് ഭർത്താവിന് കീഴ്പ്പെട്ടിരുന്നു കൊണ്ട് താനത് ചെയ്യുകയാണെങ്കിൽ അത് വളരെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും.
എന്നാൽ ഭർത്താവിനെക്കാട്ടും കൂടുതൽ ധാർഷ്ട്യം കാണിച്ചുകൊണ്ട് സമൂഹത്തിന് മുമ്പേ ഭർത്താവ് സംസാരിക്കുമ്പോൾ മിണ്ടാതെ ഇരിക്കുന്നു പറഞ്ഞ് അടിച്ചമർത്തിക്കൊണ്ട് ഭർത്താവിനെ എന്ത് ചെയ്യുക, ആ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കുന്ന രീതിയിൽ സ്ത്രീകൾ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും എന്താണ്, ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന്റെ ആ പ്രതീതിയല്ല. അതുപോലെ തന്നെ ഭാര്യമാരുടെ കുറവുകൾ നാം പൊതുസമൂഹത്തിന് മുമ്പിൽ ചെന്ന് കടന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കൂട്ടുകാരോടായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരോ ആയിക്കോട്ടെ അവരോട് ചെന്ന് നമ്മുടെ ഭാര്യയുടെ കുറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന്റെ കുറ്റങ്ങൾ നാം പറയുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിന്റെ ബലഹീനത തന്നെയാണ് നാം ചെന്ന് മറ്റുള്ളവരോട് പറയുന്നത്. ദൈവം ആ കൽപ്പിച്ചാക്കിയ ആ കുടുംബ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ ആ കുടുംബ ബന്ധത്തിൽ തന്നെ എന്ത് ചെയ്യണം, അവിടെ നിൽക്കുവാൻ തക്കണം, ഇടയാകണം. 31-ാം വാക്യത്തിൽ നമുക്ക് കടന്നു വരാം. അവിടെ പറയുന്നതാണ്, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇപ്പോൾ ഭാര്യമാരോട് പറഞ്ഞു, ഭർത്താക്കന്മാരോട് പറഞ്ഞു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ഇടയ്ക്കുള്ള ഈ സ്നേഹബന്ധം, ഈ സബോർഡിനേഷൻ, ഈ കെയറിങ് അതൊക്കെയും പൂർത്തീകരിക്കണമെങ്കിൽ, അതൊക്കെ എന്താണ്, ആ ഒരു അർത്ഥതലത്തിലേക്ക് എത്തണമെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യണം, അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരണം. അത് കഴിഞ്ഞ് എന്താണ്, ഇരുവരും ഒരു ദേഹമായിരിക്കും. ഈ മർമ്മം വലിയത്. അപ്പോൾ ഇരുവരും ഒരു ദേഹമായിരിക്കും. പലപ്പോഴും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലും മകൾക്കാട്ടെ മകനാട്ടെ അല്ലെങ്കിൽ എന്താണ് ഭാര്യയ്ക്കാട്ടെ ഭർത്താവിനാട്ടെ അവരുടെ മാതാപിതാക്കളെ പ്രാമുഖ്യം കുറയ്ക്കുവാൻ തക്കവണ്ണം കഴിയില്ല. വീണ്ടും കല്യാണം കഴിഞ്ഞാലും ഭാര്യയെക്കാട്ടും പ്രാമുഖ്യം ആർക്ക് കൊടുക്കും, മാതാപിതാക്കൾ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകും. മാതാപിതാക്കളോട് വീണ്ടും കൂടുതൽ സംസാരിക്കുക. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ഇറങ്ങി വന്ന ഭാര്യയെക്കാട്ടും അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് നമ്മളെ സ്നേഹിച്ച് നമ്മളെ വരിച്ച ഭർത്താവിനെക്കാട്ടും നാം പ്രാമുഖ്യം ആർക്ക് കൊടുക്കും, നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കും. തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കളെ നാം സ്നേഹിക്കണം, ബഹുമാനിക്കണം, കരുതണം. പക്ഷേ ഇവിടെ പറയുന്നത് എഫേസ്യരിൽ പറഞ്ഞത്, അത് നിമിഷം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇരുവരും ഒരു ദേഹമായിരിക്കും എന്ന് പറയുമ്പോൾ ആ ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറയുമ്പോൾ ആ ആദാമിനെ ഹവ്വായ്ക്ക് സൃഷ്ടിച്ചു കൊടുത്ത ദൈവം പ്രസ്താവിച്ചതാണ്, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഒരുവരും ഒരു ദേഹമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2:22 ആദിയിൽ ദൈവം കൽപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. എന്താണ്, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും ചേരുന്നതാണ് കുടുംബം. ആ കുടുംബത്തിന്റെ ബാക്കിയുള്ള ഘടകങ്ങളാണ് മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ. ഒരു കുടുംബം ദൈവം സംയോജിപ്പിക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ ആ കാർമ്മികത്തിൽ ഭാര്യയും ഭർത്താവും കൂടിച്ചേരുന്നതാണ് കുടുംബം. ആ ഒരു മർമ്മം നാം എപ്പോഴും മനസ്സിലാക്കുക. പലപ്പോഴും നമുക്ക് അതിലുപരിയായിട്ട് എന്ത് ചെയ്യാം, മറ്റുള്ള ബന്ധങ്ങൾക്ക് മറ്റുള്ളവർക്കാണ് നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നാം നോക്കുക, മാതാപിതാക്കള് ഒരു കാലം വരെ നമ്മുടെ കൂടെ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് മക്കൾ ഒരു കാലം വരെ നമ്മുടെ കൂടെ കാണത്തുള്ളൂ. എന്നാൽ നമ്മുടെ കാലം അന്ത്യം വരെയും അല്ലെങ്കിൽ നമ്മുടെ അവസാനം വരെയും നമ്മുടെ കൂടെ കാണുന്നത് നമ്മുടെ കൂട്ടാളിയാണെന്നുള്ള ആ ഒരു സത്യം നാം മനസ്സിലാക്കുക. പലപ്പോഴും നമ്മുടെ കൂട്ടാളിയേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നാം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് ആ കൂട്ടാളിയുടെ മനസ്സിന് വളരെ വേദന ഉണ്ടാകുന്നു. ആ വേദനയിൽ നിന്ന് ചെയ്യാം പല പ്രശ്നങ്ങളും കുടുംബത്തിൽ ഉണ്ടാകുവാൻ തക്കണം ഇടയാകും. കുടുംബജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ അനുഭവത്തിന് 3 അനുഭവങ്ങളാണ് ഇവിടെ നമുക്ക് ഈ 31-ാം വാക്യത്തിൽ കാണാൻ തക്കണ. ഒന്നെന്താണ്, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അല്ലെങ്കിൽ പുരുഷൻ അപ്പനെയും അമ്മയും വിടുന്നു എന്നുള്ള ആ വാക്കിൽ നിന്ന് അവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു എന്നല്ല. മുമ്പ് എന്താണ്, എല്ലാവരും വേണ്ടപ്പെട്ടവരാണ് അല്ലെങ്കിൽ എല്ലാവർക്കും മുൻഗണന കൊടുക്കുന്ന ആൾക്കാരായിരുന്നു നമ്മൾ. എന്നാൽ വിവാഹശേഷം നമ്മുടെ മുൻഗണന ആർക്കാണ്, ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് കൊടുക്കുക. കാരണം ജീവിതകാലം മുഴുവൻ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് കടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷേ നമ്മുടെ ഭാര്യയെ എന്ത് ചെയ്യുക, മാറ്റി നിർത്തിക്കൊണ്ടാകരുത്. ഇതൊന്നും അവരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും കൂടെ ആ ഒരു കണക്ഷനിൽ ആക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, നാം മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ തക്കണം ഇടയാകുക. കാരണം എന്താണ്, മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കുക. പക്ഷേ ഈ ഒരു വാക്യം വെച്ച് ചിലരെന്ത് ചെയ്യും, മാതാപിതാക്കളെ പാടയെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് ചെല്ലും. നമ്മളൊന്ന് ചിന്തിക്കുക, നാം ഇന്ന് ഈ അവസ്ഥയിൽ എത്തുവാൻ തക്കവണ്ണം നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട അവരുടെ ത്യാഗപരമായിട്ടുള്ള അവരുടെ കാര്യങ്ങളൊക്കെയും നാം ഓർക്കണം. അതിന് ഒത്തവണ്ണം അവരെന്ത് ചെയ്യുക, നാം ബഹുമാനിക്കുകയും കരുതുകയും അവർക്ക് വേണ്ടത് നാം ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ മാതാപിതാക്കളും ഒരു കാര്യം ചിന്തിക്കുക. കാരണം കഴിഞ്ഞ പഴയ ജനറേഷന്റെ ചിന്താഗതിയൊക്കെ വെച്ചിട്ട് മക്കൾ വിവാഹം കഴിഞ്ഞ് പോയാലും മാതാപിതാക്കൾ വീണ്ടും എന്ത് ചെയ്യും, ആ മക്കളുടെ മേൽ അധികാരം പ്രയോഗിച്ചാലും അല്ലെങ്കിൽ മക്കളുടെ ആ ഒരു ജീവിതത്തിലേക്ക് കുടുംബജീവിതത്തിലേക്ക് അവർ കൈയിടുവാൻ തക്കൊണ്ടിടയാകും. അല്ലെങ്കിൽ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ക്രൂരമായി ശാസിക്കുവാനും അതിനെ അത് വളരെ ഫോഴ്സ്ഫുള്ളി അതിന് എതിരായിട്ട് സംസാരിക്കുവാനിടയാകും. നാം ഒരു കാര്യം മനസ്സിലാവും, ഒരു കുടുംബജീവിതത്തിലേക്ക് ദൈവം ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും അവരെ ദൈവം കടത്തി വരുമ്പോൾ അവർ വീണ്ടും എഴുന്നേറ്റുമാണ് അവരുടെ കുടുംബജീവിതം അവർ പഠിക്കുവാൻ തക്കൊണ്ടിടയാകുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ടല്ല ആരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. മനുഷ്യൻ എന്താണ്, ബലഹീനനാണ്, മനുഷ്യൻ കുറവുള്ളവരാണ്.
ഒരു കുടുംബമാണ് ആ മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. ആദ്യം മനുഷ്യൻ എന്ത് ചെയ്തു? ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആ ആണും പെണ്ണും കൂടിച്ചേരുമ്പോഴാണ് മനുഷ്യൻ എന്നുള്ള ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആ സംഹിത അവിടെ രൂപപ്പെടുവാൻ തക്കണം ഇടയാകുന്നത്. അപ്പോൾ മാതാപിതാക്കൾ എന്തില്ല, മക്കൾ വിവാഹിതരായി തീർന്നാൽ പിന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിന് അവരെ ജീവിക്കുവാൻ തക്കണം അനുഗ്രഹിക്കും. വീണ്ടും അവരുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തിനിടയിലേക്ക് കയറി ചെന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ തക്കണം ശ്രമിക്കരുത്. അതിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ വ്യത്യസ്തരായിട്ടിരിക്കുക. പക്ഷേ മക്കളെ ഓർത്ത് നാം പ്രാർത്ഥിക്കുക. അവർ ചെയ്യുന്ന തെറ്റുകൾ അവരെന്ത് ചെയ്യുക, ഭക്തിയുപദേശം അവർക്ക് കൊടുക്കുക. ഉപദേശിക്കുവാൻ തക്കണം തീർച്ചയായിട്ടും ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾ എന്ത് ചെയ്യുക, മക്കളെ ഉപദേശിക്കുക. അതുപോലെ തന്നെ അവരുടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, മാതാവ് അല്ലെ പിതാവല്ല ആ മക്കളുടെ ജീവിതത്തിലെ മുഖ്യ വ്യക്തി, അവൻ്റെ കൂട്ടാളിയാണ്. അവൻ്റെ കൂട്ടാളിയെ മുഖ്യ വ്യക്തിയായി കാണുന്നില്ലെങ്കിൽ മാതാപിതാക്കൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മാതാപിതാക്കൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കുക. പലപ്പോഴും വിവാഹശേഷവും മക്കള് അവരുടെ ഭവനങ്ങളിൽ തന്നെ നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സ്വന്തം മാതാപിതാക്കളോട് കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ മാതാപിതാക്കളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, നീ നിന്റെ ഭർത്താവിനെയാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നീ നിന്റെ ഭാര്യയാണ് നീ സ്നേഹിക്കുന്നതെന്ന് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുക. കാരണം ഈ വരുന്ന ജനറേഷനെങ്കിലും അങ്ങനെയുള്ള ഒരു മാറ്റം ഉണ്ടാകുവാൻ നാം ശ്രമിച്ചാലേ കഴിയുള്ളൂ. കാരണം നമ്മുടെ പഴയ തലമുറകൾ, നമ്മുടെ പഴയ ജനറേഷനൊക്കെ നോക്കുമ്പോൾ എന്ത് ചെയ്യുക, വളരെ പിടിവാശി അവരുടെ അടുത്തും അങ്ങനെ വളരെ അനേക കുടുംബങ്ങളുടെ ശിഥിരത്തിന് അല്ലെങ്കിൽ അനേക കുടുംബങ്ങളുടെ ഉള്ളിലുള്ള അസ്വാരസ്യങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് ഇതൊക്കെ മുഖാന്തരമായി. അടുത്തോടെ പറയുന്നുണ്ട്, 30 വാക്യത്തിൽ പറയുന്നു, അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുക. അപ്പനെ അമ്മയും വിട്ട് എന്താണ്, ഭാര്യയോട് പറ്റിച്ചേരുക. പിന്നെ തൻ്റെ മുൻഗണന മൊത്തം എന്താണ്, ഭാര്യയ്ക്കാണ്. ഭാര്യയെ സ്നേഹിക്കുക, ഭാര്യയെ കരുതുക. അതുപോലെ ഭാര്യ തിരിച്ചും ഭർത്താവിനെ സ്നേഹിക്കുകയും ഭർത്താവിനെ കരുതുകയും ചെയ്യുക. അത് ശാരീരികവും മാനസികവും ആത്മീയമായിട്ടുള്ള പറ്റിച്ചേരലാണ്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത്, പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുന്നതിന് മാത്രമേ പിന്നിരിക്കുക എന്തൊക്കെ അവസരമുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ എന്ത് ചെയ്യുക, പറ്റിച്ചേർന്ന് ഇരിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ആ മാനസികമായിട്ടുള്ള അടുപ്പത്തെയാണ് നാം കാണിക്കുന്നത്. അത് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആ ഒരു കൂട്ടായ്മ കാണിക്കണം. മറ്റുള്ള സമൂഹത്തിന് മുമ്പിൽ പരസ്പരം അവിടെ ചളിവാരിയുക അല്ലെങ്കിൽ പരസ്പരം കുറ്റം പറയുമ്പോഴെന്ത് ആ ഒരു മനസ്സിന്റെ അകലം അവിടെ കൂടുവാൻ തക്കൊണ്ടിടയാകും. അതുപോലെ തന്നെ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ കുറയുമ്പോൾ മനസ്സിന്റെ അകലം കൂടുവാൻ തക്കൊണ്ടിടയാകുന്നു. അതുപോലെ തന്നെ ഭർത്താവിന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ രണ്ടുപേരും കൂടിയ ആ കുടുംബത്തിന്റെ ഇടയിൽ മറ്റൊരാൾ ഉണ്ടാകുവാൻ തക്കണം പാടില്ല. അടുത്തെന്താണ് പറയുന്നത്, ഒരു ദേഹമായി തീരും, ഇരുവരും ഒരു ദേഹമായി തീരും. ദൈവം ആ മനുഷ്യനെ ഒന്നാക്കി കഴിയുമ്പോൾ അവര് ഒരു ദേഹത്തിന്റെ തല ഭർത്താവ്, കൂടുതൽ ഭാര്യയാകുന്നു. അപ്പോൾ അവിടെ നിന്റെ എൻ്റെ എന്നുള്ള ഒരു വേർതിരിവില്ല, നമ്മുടെ എന്നുള്ള ആ ഒരു കോമൺ ആ ഒരു രീതിയിലേക്ക് നാം എത്തിച്ചേരുവാൻ തക്കുന്നുണ്ട്. കാരണം വിവാഹത്തിന് മുമ്പ് വരെ നമുക്ക് സ്വന്തം താല്പര്യങ്ങളുണ്ടായിരുന്നു, സ്വന്തം തീരുമാനങ്ങളുണ്ടായിരുന്നു, സ്വന്തം വഴികളുണ്ടായിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞാൽ പിന്നെന്താണ്, സ്വന്തമായിട്ടൊരു തീരുമാനങ്ങളില്ല. പരസ്പരം ആശയങ്ങൾ പങ്കുവെച്ച് ഒരുപക്ഷെ നമ്മുടെ ആശയം ശരിയായിരിക്കാം, എന്നാൽ നമ്മുടെ ആ കൂട്ടാളി അത് ശരിയല്ല എന്നുള്ളത് വാദിക്കുകയാണെങ്കിൽ സംയമനത്തോടെ അതിനെ കൈകാര്യം ചെയ്യുവാൻ തക്കുന്നുണ്ടാകുക, അല്ലെങ്കിൽ അതിന്റെ പരമ്പരകളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ തക്കുന്നുണ്ടാകുക. പലപ്പോഴും നാം ചെയ്യുന്നതാണ്, നമ്മുടെ വാശി ജയിക്കണം എന്നുള്ള രീതിയിൽ നാം പലപ്പോഴും ധാർഷ്ട്യമായിട്ട് സംസാരിക്കുകയും അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുവാൻ തക്കുന്നുണ്ടാകും. അതാണ് 45-ാം സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ഈ ശ്രേഷ്ഠമായ കുടുംബ ജീവിത ബന്ധത്തെയൊക്കെയും കാണിക്കുന്നുണ്ട്. അവിടെ 128-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ പറയുന്നത്, യഹോവഭക്തനായ പുരുഷൻ എന്താണ് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ ഭാര്യയുടെ അനുഗ്രഹത്തെയും മക്കളുടെ അനുഗ്രഹത്തെയും ഒക്കെ എന്താണ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ യഹോവഭക്തനായിട്ടുള്ള ഒരു പുരുഷൻ മാത്രമേ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കുന്നുണ്ട്. ഗൃഹനാഥൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതാണ് ഉദ്ദേശിക്കുന്നത്. യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഗൃഹനാഥൻ എന്താണ്, യഹോവ ഭക്തനായിരിക്കണം. അതുപോലെ 32-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. സമൂഹത്തിലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിച്ച ശേഷം അതിനെ ക്രിസ്തുവിനെയും സഭയുമായിട്ട് അല്ലെങ്കിൽ ദൈവവചനത്തോട് അതിനെ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കുവാൻ തക്കണം ഇടയാകും. അതിനുവേണ്ടിയാണ് ഇവിടെ പറയുന്നത്, കുടുംബ സംവിധാനത്തിലെ ദൈവിക ഉദ്ദേശം എന്തായിരുന്നു, ക്രിസ്തുവും സഭയും എന്നുള്ള മർമ്മം ലോകത്തിന് വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ക്രിസ്തുവും സഭയും എന്നുള്ള മർമ്മം ലോകത്തിന് വെളിപ്പെടുത്തുന്നതിൽ നാം ഓരോരുത്തരും പങ്കാളികളാണ്. അപ്പോൾ നാം ഓരോരുത്തരും പങ്കാളികളായിരിക്കുമ്പോൾ ശിഥിരമായ നമ്മുടെ പശ്ചാത്തലം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലൂടെ നമുക്ക് നടക്കുവാൻ തക്കണം കഴിയുകയില്ല. കുടുംബത്തിനെ ആ ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ച് ഒരു കുടുംബമായി നിർത്തിയപ്പോൾ ആ ദൈവത്തിന്റെ തിരുഹൃദയത്തിലുണ്ടായിരുന്ന ആഗ്രഹം എന്താണ്, ആ ദൈവവും മനുഷ്യരുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവും സഭയുമായിട്ടുള്ള ആ ബന്ധത്തിന് എന്താണ് ലോകത്തിന് മുമ്പിൽ വെളിവാക്കി കാണിക്കുക. ആ വെളിവാക്കി കാണിക്കുന്ന ആ അവസ്ഥയ്ക്ക്
അതിന് ഒരു ഇക്വാലിറ്റി ആയിട്ട് എന്താണ് ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ അടുത്ത പറഞ്ഞ ഈ മർമ്മം ഞാൻ ക്രിസ്തുവിനെയും സഭയോപദേശത്തിൽ പറയുന്നത്, എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുക, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാവുന്നു. ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൽ നിന്നുള്ള ആ ഒരു ബഹുമാനമാണ്. ഭയപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ്, പേടിച്ച് അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുക എന്നുള്ളതല്ല. ആ ഇക്വാലിറ്റി ദൈവം അവിടെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതാണ് 21 വാഗ്ദത്തം വായിച്ചത്, ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. അപ്പോൾ എന്താണ്, പരസ്പരം കീഴ്പ്പെടുക, പരസ്പരമുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്, പരസ്പരമുള്ള ആ ഒരു കൈത്താങ്ങൽ, പരസ്പരമുള്ള ആ സ്നേഹത്തിന്റെ ബന്ധത്തിൽ നിന്ന് കുടുംബ ജീവിതം അനുഗ്രഹമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയാകും. അപ്പോൾ കുടുംബ ജീവിതം നമുക്കൊന്ന് ദൃഢമാക്കുവാൻ തക്കവണ്ണം ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. ഒന്ന്, നാം എന്ത് ചെയ്യുക, പരസ്പരം സ്നേഹിക്കുക. ദൈവവചനം നമ്മെ അനുശാസിച്ചെന്നാണ് പരസ്പരം നാം സ്നേഹിക്കുക. നമ്മുടെ കടപ്പാടാണ്, കടമയാണ് എന്ന് നാം മനസ്സിലാക്കുക. കാരണം ഭർത്താക്കന്മാരുടെ കടമ എന്താണ്, ഭാര്യമാരെ സ്നേഹിക്കുക. ഭാര്യമാരുടെ കടമ എന്താണ്, കീഴടങ്ങിയിരിക്കുക, ഭയപ്പെടുക. ആ സ്നേഹത്തിന് പാത്രരാകണമെങ്കിൽ എന്താണ്, ഒരു കീഴടങ്ങലിന്റെ അനുഭവമാണ്. കീഴടങ്ങാത്ത ആ സ്ത്രീയെ സംബന്ധിച്ചതാണ് ഭർത്താവിന്റെ സ്നേഹത്തിന് ഒരിക്കലും അവർക്ക് പാത്രരാകുവാൻ തക്കവണ്ണം കഴിയുകയില്ല. അതുപോലെ തന്നെ ആ സ്നേഹത്തിന്റെ ആ ഭർത്താവ് എവിടെ നിന്നാണ് ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്. ആ അഗപ്പെ അല്ലെങ്കിൽ ക്രിസ്തു എത്രത്തോളം സഭയെ സ്നേഹിച്ചോ, അല്ലെങ്കിൽ നാം എത്രത്തോളം നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുന്നോ, അതേ അളവിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ കൂട്ടാളിയെ നാം സ്നേഹിക്കുക. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ നാം എന്ത് ചെയ്യുക, സ്നേഹിക്കുക. അതുപോലെ തന്നെ ഭർത്താവിനോട് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഭാര്യ തിരിച്ച് സ്നേഹിക്കേണ്ട എന്നല്ല, ഭാര്യയും വേണം അതുപോലെ തന്നെ ഭർത്താവിനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുക. അതാണ് പൗലോസ് തീത്തോസിന് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്, യൗവനക്കാരികൾ ഭർതൃപ്രിയരായിരിപ്പീൻ എന്നാണ് പറയുന്നത്. ഭർതൃപ്രിയരായിരിപ്പിക്കാൻ എന്താണ്, ഭർത്താവിനോട് സ്നേഹിക്കുക, ഭർത്താവിനെ സ്നേഹിക്കുക. അടുത്തത് എന്താണ്, ശ്രദ്ധിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. പരസ്പരം നാം ശ്രദ്ധിക്കുക, പറയുന്നത് നാം വളരെ ശ്രദ്ധയോടെ അതിൻ്റെ എന്താണ് ആശയം എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ട് മാത്രം അതിന് പ്രവൃത്തി ചെയ്യുക, അതിനെന്താണ് മറുപടി പറയുക. ഇവിടെ സ്ത്രീകൾ അനേക കാര്യങ്ങൾ പറയുന്നു, അത് പലപ്പോഴും ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം പുരുഷന്മാർക്ക് എന്താണ് സമയമില്ല, അല്ലെങ്കിൽ പുരുഷന്മാർ അതിന് സമയം കൊടുക്കാറില്ല. പക്ഷേ സ്ത്രീകൾ പറയുന്ന പല കാര്യങ്ങളും, ഒരു ചെറിയ കാര്യം സ്ത്രീകൾക്ക് പറയണമെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞിട്ട് ശേഷമാണ് ആ ചെറിയ കാര്യം അവർ പറയുന്നത്. അപ്പോൾ എന്താണ് അവർ പറയുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പുരുഷനെ സംബന്ധിച്ച് അവൻ പറയേണ്ട ആശയം അവൻ വളരെ ചുരുക്കം വാക്യത്തിൽ പറഞ്ഞ് അതവിടെ ഫിനിഷാക്കുന്നു. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ സാഹചര്യവും എല്ലാം പറഞ്ഞ് വരുമ്പോഴെന്തിനാ അത്രയ്ക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ അത് കേട്ടിരിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഗൃഹനാഥനെ സംബന്ധിച്ച് ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഭാര്യയെ മാത്രമല്ല, മക്കളെയും ശ്രദ്ധിക്കുക. മക്കളുടെ സംസാരിക്കുന്നത്, മക്കൾ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് അതിന് ഉത്തമമായിട്ടുള്ള മറുപടി കൊടുക്കുക. കാരണം മക്കൾ നമ്മോട് ഓരോ സംശയങ്ങൾ ചോദിച്ച് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് കടന്നു വരുമ്പോൾ നാം അവരുടെ മുമ്പിൽ മുഖം തിരിച്ചു കഴിഞ്ഞാൽ അവരടുത്ത സോഴ്സ് തേടി പോകാൻ തക്കവണ്ണം ഒരുപക്ഷെ അവരുടെ നാശത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ അധാർമ്മികമായിട്ടുള്ള ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് അത് അവരെ കൊണ്ടെത്തിക്കും. അപ്പോൾ ഭവനത്തിലെ എന്താണ്, നാം കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുക. അവരുടെ സംശയങ്ങൾ, അവരുടെ ചിന്തകളൊക്കെ എന്താണ് ഭവനത്തിൽ അത് മോൾഡ് ചെയ്ത് സമൂഹത്തിൽ അവരെത്തുമ്പോൾ അവരെ വളർത്തിയ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ എത്തുവാൻ തക്കൊണ്ട്. നോക്കുക, ഹന്ന ആ ശമൂവേൽ ബാലനെ എത്ര അനുഗ്രഹമായിട്ടാണ് വളർത്തിയത്. അതുകൊണ്ട് എന്താണ് ഇസ്രായേലിലെ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകന്റെ മാതാവായിട്ട് അറിയപ്പെട്ടു. നോക്കുക, അതുപോലെ തന്നെ ഇതിലേക്ക് കടന്നു വരുമ്പോൾ തിമോത്തിയോസിനെ നാം നോക്കുക. തന്റെ പിതാവ് ഒരു വിജാതീയനായിരുന്നു, ഒരു ജാതീയ മനുഷ്യനാണ്. എന്നാൽ തൻ്റെ മാതാവിൻ്റെയും വല്യമ്മയുടെയും ആ ദൈവത്തെയാണ് ആ മകനിലേക്ക് താൻ പകർന്നു കൊടുക്കുക എന്നൊക്കെ. അതുകൊണ്ട് എന്താണ് ആ തിമോത്തിയോസ് ദൈവസഭയ്ക്ക് ശ്രേഷ്ഠനായി തീർന്നു. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രിയപുത്രനായിട്ട്, അല്ലെങ്കിൽ ആ വിശ്വാസപുത്രനായിട്ട് തീരുവാൻ തക്കവണ്ണയായി. ഇപ്പോൾ ദൈവസഭയിൽ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൂടി ചെയ്യുന്ന അവസ്ഥയിലാണ് അവർ വളർച്ച പ്രാപിക്കാൻ തക്കവണ്ണം ഇടയാണ്. അടുത്തെന്താണ്, അന്യോന്യം മനസ്സിലാക്കുക, അന്യോന്യം അറിയുക, മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ 1 പത്രോസ് 3:7 നാം മുമ്പ് വായിച്ചു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമൊന്നും ജീവന്റെ കൃപയ്ക്ക് കൂട്ടവാശികളും എന്നോർത്ത് ബഹുമാനം കൊടുക്കുകയും. കാരണം എന്താണ്, സ്ത്രീകളുടെ വൈകാരിക ശാരീരിക പരിമിതികൾ പല ഭർത്താക്കന്മാരും മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ട് പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, നമ്മൾ പറയുന്നത് എന്താണ്, എന്റെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലാകുന്നില്ല, അല്ലെ ഭാര്യ പറയും എന്റെ ഭർത്താവിന് എന്നെ മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കുക, ബലഹീനതകൾ, കുറവുകളെ പരസ്പരം മനസ്സിലാക്കുക. ആ മനസ്സിലാക്കണമെങ്കിൽ പരസ്പരം എന്താണ്
കമ്മ്യൂണിക്കേഷൻ, തുറന്നു പറച്ചിലുകൾ, പരസ്പരമുള്ള സംസാരത്തിന്റെ ആഴം നാം വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അങ്ങനെ വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം ഇടയായി കഴിഞ്ഞാൽ മാത്രമേ എന്താണ് അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിത രീതിയിലേക്ക് എത്തിയില്ല. പലപ്പോഴും പല പുരുഷന്മാരെന്താണ് സ്വന്തം ഭവനത്തിലെ ഭാര്യമാരുടെ ആ അവസ്ഥകളൊന്നും മനസ്സിലാക്കാതെ ആയിരിക്കുമ്പോഴും പുറത്തെ ആൾക്കാരെ കുറിച്ച് വളരെ കൺസേൺ ആണ് അവർക്ക്. പുറത്തെ ആൾക്കാരുടെ കാര്യങ്ങൾ തിരക്കുന്നതിലും അവരുടെ ജീവിത രീതിയൊക്കെ ചിന്തിക്കുന്നതിനെ പറ്റി വളരെ കൺസേൺ ആണ്. സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ എന്ത് ചെയ്യണം തിരക്കുവാൻ തക്കവണ്ണം സമയമില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ യുവജനത്തിന് അനുസൃതമായിട്ട് നമ്മുടെ ജീവിത ചിന്തകളെ അല്ലെങ്കിൽ നാം ഒന്ന് വിശകലനം ചെയ്യുക, എന്ത് ചെയ്യുക, ദൈവവചനത്തിന് അനുസൃതമായിട്ട് നാം മനസ്സിലാക്കുക, എന്താണ് മനസ്സിലാക്കി ഒരുമിച്ച് ബലഹീനതകളെ, അതിന്റെ കുറവുകളെ ആ കുറവുകളോട് തന്നെ എന്ത് ചെയ്യുക നാം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയാകുക. അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർഗമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ആ സ്വർഗത്തിൽ വസിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരൊരിക്കലും എന്ത് ചെയ്യുക നശിച്ചു പോകാൻ തക്കവണ്ണം ഇടയാകില്ല. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ഭാവിയിലേക്ക് അവരെത്തിച്ചേരുമ്പോൾ അവരും അത് തന്നെ ഫോളോ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. അങ്ങനെ കുഞ്ഞുങ്ങൾ തലമുറകൾ കൈമാറി വരുമ്പോൾ ഈ ഭൂമി എത്ര സുന്ദരമായിരിക്കും. നമുക്ക് പലപ്പോഴും അധാർമിക ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വളരെ ശാരീരിക വൈഷമ്യതകളുള്ള മാനസിക വൈഷമ്യതയുള്ള ആ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റായ കുഞ്ഞുങ്ങളെ നാം ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിത പശ്ചാത്തലം വളരെ ദുർഘടമായതാണ് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം ഹിറ്റ്ലറിനെ ദേവദാസൻ പറഞ്ഞിട്ടുള്ളതാണ്. ഹിറ്റ്ലറിനെ സംബന്ധിച്ച് തന്റെ ജീവിതം തന്റെ ശൈശവത്തിൽ തന്നെ വളരെ ക്രൂര മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ആ ഹിറ്റ്ലർ. പിതാവിൽ നിന്നൊക്കെ എന്താണ് ബെൽറ്റ് കൊണ്ട് അടിയൊക്കെ വാങ്ങിച്ച വളർന്ന വ്യക്തിയാണ് ഈ ഹിറ്റ്ലർ. എന്നാൽ നോക്കുക, താൻ കടന്നു വന്ന് തന്റെ ആദ്യം ചെയ്ത പരിപാടി കുഴിമാടം മാന്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ പിതാവിനെ അവഹേളിക്കുവാൻ തക്കവണ്ണം തന്നെ ചെയ്തു. നോക്കുക, കുഞ്ഞുങ്ങളെ സ്നേഹത്തിൽ വളർത്തുവാൻ തക്കവണ്ണം മാതാപിതാക്കളുടെ സ്നേഹം കണ്ടു വേണം കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ. അടുത്തത് നമുക്ക് ആർക്കും കഴിയാത്തൊരു കാര്യമാണ് പരസ്പരം അഭിനന്ദിക്കുക. നമ്മുടെ ഭവനത്തിൽ ഒരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, ഭാര്യയാകട്ടെ ഭർത്താവട്ടെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് നാം പരസ്പരം അഭിനന്ദിക്കുക എന്നൊക്കെ കൊണ്ടുവരിക. അത് അവരുടെ കടമയാണ്, അത് ചെയ്യേണ്ടതാണ് എന്നുള്ള ചിന്താഗതി നമ്മൾ എന്ത് ചെയ്യില്ല വിട്ടുകളയാൻ തക്കൊണ്ടിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളായാൽ തന്നെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിക്കുക. അത് പശ്ചാത്തലയുടെ ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സ്വഭാവ രീതിയാണ്. എന്തെങ്കിലും ഒരു കാര്യം അവർ കൊണ്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അവർ അതിനെ അഭിനന്ദിക്കുവാൻ തക്കണം ഇടയാകും. പലപ്പോഴും നമുക്കതൊരു കുറവ് പോലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എത്ര നന്നായിട്ട് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാലും നമ്മളിനെ അഭിനന്ദിക്കുന്നത്. എന്നാൽ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ കുറവിനെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ ആർഗ്യൂ ചെയ്യുവാൻ തക്കൊണ്ടിടയാകും. എന്നാൽ ദൈവജനം പറഞ്ഞിരിക പരസ്പരം അഭിനന്ദിക്കുവാൻ തക്കൊണ്ടിടയാകുക. അടുത്ത ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ മക്കളെയും മാതാപിതാക്കളെയും കാണിക്കുന്നുണ്ട്. വളരെ വേഗം ഒന്ന് ചിന്തിച്ച് നമുക്ക് നിർത്താം. അവിടെ പറയുന്നത്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പിക്കുന്നത് ന്യായമല്ലോ. അതുപോലെ നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. നമുക്ക് ആ പ്രതിഫലത്തോടു കൂടിയുള്ള ഒരു വാഗ്ദത്തമാണ് നമുക്കിവിടെ കാണാൻ തരുന്നത്. അല്ലെങ്കിൽ വാഗ്ദത്തത്തോടു കൂടിയ ഒരു കൽപ്പനയാണ് നമുക്കിവിടെ കാണുവാൻ തക്കുന്നിടയാകുന്നത്. എന്താണ്? നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. മക്കളെ, നിങ്ങളുടെ അപ്പൻ കർത്താവിൽ എന്താണ് അനുസരിക്കും, കർത്താവിൽ അനുസരിപ്പി എന്നാണ് പറയുന്നത്. കർത്താവിൽ എല്ലാം ചെയ്യുന്നത് എന്താണ്? അവിടെ ഭർത്താവിനോട് പറയുന്നത് കർത്താവിൽ സ്നേഹിക്കുക, ഭാര്യയോട് പറയുന്നത് കർത്താവിൽ കീഴടങ്ങുക. ഇവിടെ മക്കളോട് പറയുന്നതാണ് കർത്താവിൽ അനുസരിക്കുക എന്നാണ്. അത് വാഗ്ദത്തോടു കൂടിയ ആദ്യ കൽപ്പന. അടുത്ത പറയുന്നുണ്ട്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിനെന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് മക്കള് മാതാപിതാക്കളെ അനുസരിക്കണം. മാതാപിതാക്കളെ അനുസരിക്കണമെങ്കിൽ എന്തിനാ? മാതാപിതാക്കൾ മാതൃകയുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കണം. എൻ്റെ പിതാവ് എല്ലാ കുളതായ്മകളും ചെയ്തിട്ട് മക്കളോട് ചെന്ന്, അല്ലെങ്കിൽ വെള്ളം അടിക്കുന്ന ഒരു പിതാവ് എന്ന് മക്കളോട് നീ വെള്ളം അടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യും? പിതാവിന് ചെയ്യാം. പിന്നെ എനിക്ക് ചെയ്താൽ എന്താ കുഴപ്പമെന്നുള്ള ആ ചോദ്യം. അപ്പോൾ മക്കളുടെ മുമ്പിൽ മാതാപിതാക്കള് യോഗ്യമായിട്ടുള്ള ജീവിതം കാഴ്ചവെച്ചിട്ട്, മാതൃകയുള്ള ജീവിതം കാഴ്ചവെച്ചിട്ട് മക്കളെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം കടന്നു ചെന്നാൽ അവർ അത് അനുസരിക്കുവാൻ തക്കവണ്ണയാകും. മക്കൾ പോലെ എന്താണ്? മാതാപിതാക്കളെ അനുസരിക്കുവാൻ തക്കവണ്ണയാകണം. കാരണം ദൈവവചനം പറയുന്നത് വായിക്കുന്നുണ്ട്, അപ്പനെ നിന്ദിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണെന്ത് ചെയ്യും? തുടരുന്ന കാക്ക കുത്തിയെടുത്ത് കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുമെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അനുസരിക്കുക, അവരോട് എന്ത് ചെയ്യുക? ബഹുമാനിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. പലപ്പോഴും മാതാപിതാക്കളോട് തറുതല പറയുന്ന കുഞ്ഞുമക്കളുണ്ട്, നാം തിരുത്തുക. പലപ്പോഴും അവരുടെ ശൈശവ പ്രായത്തിൽ അവർ തറുതല പറയുമ്പോൾ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയുമ്പോൾ നാം എന്ത് ചെയ്യും? അവരെ എന്ത് ചെയ്യും? പ്രോത്സാഹിപ്പിക്കും, പ്രൊമോട്ട് ചെയ്യും. എന്നാൽ നമ്മൾ അങ്ങനെയല്ല, അവരെ ആ ബാല്യത്തിലെ തിരുത്തുവാൻ തക്കവണ്ണയാകണം. ആ ബാല്യത്തിലെ ആ ശീലമാണ് അവർ യൗവനത്തിലേക്ക് എത്തുമ്പോഴും അവർ തുടരുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. പിതാക്കന്മാരോട് പറഞ്ഞത്, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിനും പോറ്റി വളർത്തുക. അപ്പോൾ മക്കളെ കോപിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ എന്താണ്? അവരിൽ കോപം ജനിക്കുമാതെ ശിക്ഷിക്കുവാൻ പാടില്ല, അല്ലെങ്കിൽ അവരിൽ ആ ഒരു നമ്മളോട് വൈരാഗ്യം ജനിപ്പിക്കുമാറ് അവരെ ശിക്ഷിക്കുവാൻ പാടില്ല. മക്കളെ ശിക്ഷിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അവരുടെ തെറ്റിന് വേണ്ടിയാണ്
മക്കളെ ശിക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ തെറ്റ് മനസ്സിലാക്കുവാൻ തക്കവണ്ണമാണ് മക്കളെ ശിക്ഷിക്കുന്നത്. പലപ്പോഴും മാതാപിതാക്കള് മക്കളെ ശിക്ഷിക്കുന്നത് ആ മാതാപിതാക്കളുടെ കോപം ശമിപ്പിക്കുന്നതിനുള്ള ഉപാധിയായിട്ടാണ്. എന്നാൽ നമ്മുടെ കോപം ശമിപ്പിക്കാനുള്ള ഒരു വസ്തുവല്ല നമ്മുടെ മക്കളെന്ന് നാം മനസ്സിലാക്കുക. അവരെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ ഭക്തിയോപദേശത്തിൽ ഊറ്റി വളർത്തുക. ബാലശിക്ഷയിലും കർത്താവിന്റെ ബാലശിക്ഷ കർത്താവ് നമ്മെ ബാലശിക്ഷ നൽകുന്നത് നാം നശിച്ചു പോകാനാണോ, അല്ലെങ്കിൽ നമ്മുടെ മുടിഞ്ഞു പോകാനാണോ കർത്താവ് നമുക്ക് ബാലശിക്ഷ നൽകുന്നത്? ഒരിക്കലുമല്ല. ആ ബാലശിക്ഷ നമുക്ക് ലഭിക്കുമ്പോൾ നാം ചെയ്ത തെറ്റിനെ കുറിച്ച് നാം ബോധവാന്മാരാകുവാനും ആ തെറ്റിൽ നിന്ന് നാം തിരിഞ്ഞ് ആ ദൈവത്തിന്റെ ആ നല്ല ജീവിതത്തിലേക്ക്, നല്ല വഴിത്താരയിൽ നാം കടന്നു വരുവാൻ തക്കണം ഇടയാകും. അത് പറയുന്നുണ്ട് ദാസന്മാരെ യജമാനന്മാരെ. അപ്പോൾ ദാസന്മാരും യജമാനന്മാരും എന്താണ്? ഔവണ്ണം തന്നെ എന്ത് ചെയ്യുക? പരസ്പരം അവർ കീഴടങ്ങിയിരിക്കുക, സഹകരിക്കുക. ദാസന്മാർ യജമാനന്മാർ കീഴടങ്ങിയിട്ട് അവർക്ക് സന്തോഷകരമായുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ യജമാനന്മാർ എന്ത് ചെയ്യുക? ദാസന്മാരെ അവരെ കൂടുതൽ വിനിയോഗിക്കാതെ അവരോടും സ്നേഹത്തോടെ പെരുമാറുവാൻ തക്കവണ്ണം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ടാണ് 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധം ധരിച്ചുകൊള്ളുകയും. എന്താണ് നമുക്ക് പുറോട്ടമുള്ളത്? ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്നാണ് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമായിട്ട് നമ്മുടെ ജീവിത രീതികളൊക്കെ നാം ക്രമീകരിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ സാത്താനെ എതിർക്കുവാൻ തക്കവണ്ണം നാം പ്രാഗൽഭ്യമുള്ളവരായി തീരും. ഈ ദിവസങ്ങളിൽ അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. ഈ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തുവാൻ തക്കവണ്ണം നമ്മെ ദൈവം അതിനായി ഒരുങ്ങട്ടെ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ അത് പരസ്പരം പറഞ്ഞുകൊണ്ട്, അത് സ്നേഹത്തിൽ പരസ്പരം ക്ഷമിക്കുകയും പരസ്പരം കീഴടങ്ങുകയും ചെയ്ത് പരസ്പരം കരുതിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, ക്രിസ്തുവും സഭയുമായിട്ടുള്ള ആ ബന്ധത്തെ ഈ ലോകത്തിന് മുമ്പിൽ വെളിവാക്കി തീർത്തുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. Praise the Lord.